ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മളെ 5 മൊഡ്യൂൾ ഇന്ന് അവസാനിക്കും. ഇന്ന് നമ്മൾ ചെറിയ 2-3 ടോപ്പിക്ക് മാത്രമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ആൻ എൻവിയോൺമെൻറ്റ്. ഒരു ടൂറിസം എൻവിയോൺമെൻറ്റ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും സസ്റ്റൈനബിൾ ടൂറിസം ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു എൻവിയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു എൻവിയോൺമെൻറ്റിനെ നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ടൂറിസത്തെ വളർത്തുന്ന സമയത്ത് ഒരു ടൂറിസത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിനെ എന്തൊക്കെ കാര്യങ്ങളാണ് ആശ്രയിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Carrying capacity describes the maximum number of individuals or a species or a specific environment's resources can sustain for an undefined period of time without degrading it. ഒരു ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു ജീവി, അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസോഴ്സ്, എൻവയോൺമെൻറ്റ് റിസോഴ്സ് ഒരു കുറച്ച് കാലത്തിന് അവിടെ താമസിക്കണം. ഒരു നിശ്ചിത പീരീഡ് സമയമൊന്നും പറയാതെ, ഒരു വ്യക്തമായ ടൈമൊന്നും പറയാതെ, അതായത് ആൾക്കാർക്ക് അവിടെ താമസിക്കണം. എന്നാൽ ആ ഒരു സ്പേസിനെ ഒരിക്കലും അവർ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല. എത്രത്തോളം സൗകര്യമുണ്ട് അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. വൈൽ ദെയർ ആർ സ്മോൾ ഫാക്ടേഴ്സ് that may influence a particular environment. ചെറിയ ഫാക്ടേഴ്സ് വരെ അതിനെന്ത് ചെയ്യാം? ആ എൻവിയോൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ടൈം ടു ടൈം ഇതിൽ മാറ്റങ്ങൾ വരും. എന്നാൽ നമ്മൾ ഇന്ന് മേജറായിട്ട് നോക്കുന്ന ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് എൻവിയോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന 4 മേജർ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ നോക്കുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് താമസിക്കണം. അപ്പോൾ അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ അയാൾക്ക് കിട്ടും വേണം. അതൊക്കെ അയാൾക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ട് അയാൾക്ക് ഒരിക്കലും അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ തോന്നരുത്. അതായത് അയാൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ സ്ഥലത്തിന് പറഞ്ഞ പേരാണ് ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു എൻവിയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും വേണം. ഒരിക്കലും ഒന്നിനും നശിപ്പിക്കാതെ നല്ല രീതിയിൽ എത്രത്തോളം ആൾക്കാർക്ക് അവിടെ കപ്പാസിറ്റി താമസിക്കാൻ പറ്റുന്നുള്ളതാണ് നോക്കുന്നത്. അതാണ് സത്യത്തിൽ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഇനി ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണ് ക്യാരിയിങ് കപ്പാസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്. ഒന്നാമത്തെ ഫുഡിൻ്റെ അവൈലബിലിറ്റി. ഫുഡ് അവൈലബിലിറ്റി ഈസ് ആൻ ഹാബിറ്റേറ്റ് ഓഫ് ദ പാരമൗണ്ട് ടു സർവൈവൽ ഓഫ് എ സ്പീഷീസ്. ഒരു ജീവിയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കിട്ടേണ്ട ഒരു ഘടകമാണ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഏത് ടൈപ്പ് സസ്യബുക്കാണെങ്കിലും മാംസബുക്കാണെങ്കിലും അതിന് കിട്ടേണ്ട ഭക്ഷണം കിട്ടിയിരിക്കണം. അത് തീർച്ചയായിട്ടും ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഫുഡിൻ്റെ അവൈലബിലിറ്റി വേണം. എന്നാൽ അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് അതിൽ പറയണത് എന്താണെന്നുണ്ടെങ്കിൽ ഷോർട്ടേജ് ഓഫ് ഫുഡ് വന്നു കഴിഞ്ഞാൽ പരസ്പരം അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ ഷോർട്ടേജ് വരിക സ്വാഭാവികമായിട്ടും അവിടെ ഇതൊരു ജീവികളെ സംബന്ധിച്ചാണ് പറയുന്നത്. മൃഗങ്ങളുടെ ഇടയിൽ ജീവികളെ ഭക്ഷണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ അവർ ആ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും, അല്ലെങ്കിൽ ഒന്നിനെ മറ്റൊന്ന് ഭക്ഷിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവല്. അപ്പോൾ ഈ ഒരു അതോട് കൂടിയിട്ട് അതിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ് ആ ഒരു എൻവിയോൺമെൻറ്റിനെ. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അവസ്ഥയും. നല്ല ഫുഡ് അവിടെ കിട്ടിയിരിക്കണം. ഫുഡ് കിട്ടുക എന്നിട്ടുണ്ടെങ്കിൽ 5 സ്റ്റാർ ഫുഡ് എന്ന അർത്ഥമില്ല അതിന്. ജീവിക്കാനുള്ള ഭക്ഷണം കിട്ടിയിരിക്കണം. പ്ലസ് ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് ആ ടൂറിസ്റ്റുകളെ എൻജോയ് ചെയ്യുന്ന ഫുഡായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ന്യൂട്രീഷൻസ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ എല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡാണ് അവർക്ക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട. ഡയറ്റ് ഉണ്ടെങ്കിൽ ആ ഡയറ്റ് അനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഫുഡ് കപ്പാസിറ്റി കാര്യങ്ങൾ കിട്ടിയിരിക്കണം. അപ്പോൾ ക്യാരിയിങ് കപ്പാസിറ്റി അഫക്റ്റ് ചെയ്യണം ഫസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ അവൈലബിലിറ്റിയാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ. വെള്ളമില്ലാതെ ഒന്നും നടക്കില്ല. വെള്ളമില്ലെങ്കിൽ ഏതൊരു വെള്ളത്തിൻ്റെ ഇതെന്താണെന്നുണ്ടെങ്കിൽ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. ഇപ്പോൾ ആനിമൽസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു സ്പീസീസ് ആവാം, ഒരു വ്യക്തിയോ ഒരു ജീവി ഏതെങ്കിലും ആവാം. അതിനെ സംബന്ധിച്ച്
അതിൻ്റെ ശരീരത്തിൽ വെള്ളം എന്തിനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡൈജസ്റ്റീവ് കാര്യങ്ങളൊക്കെ മര്യാദക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം. എന്നാൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ അവൈലബിലിറ്റി ഓട്ടോമാറ്റിക് കുറയും. അതോട് കൂടിയിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഫുഡിൻ്റെ അവൈലബിലിറ്റി പറഞ്ഞാൽ അതിന് ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. രണ്ടാമത്തെ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതായത് ഒരു ക്യാരിയിങ് കപ്പാസിറ്റിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് വാട്ടർ. ഫസ്റ്റ് ഫുഡ് വേണം, വാട്ടർ വേണം. മൂന്നാമത്തെ ഇക്കോളജിക്കൽ കണ്ടീഷൻ. ഇക്കോളജിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവിയോൺമെൻറ്റ് നല്ല എന്താ പറയുക, പ്രകൃതിദത്തമായിരിക്കണം. പക്ഷേ എപ്പോഴും നാച്ചുറൽ ഡിസാസ്റ്ററൊക്കെ സംഭവിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഫ്ലഡ് അല്ലെങ്കിൽ ഭൂമികുലുക്കം, അതല്ലെങ്കിൽ മണ്ണൊലിപ്പ്, ഉരുൾപൊട്ടൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് ക്യാരിയിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ആൾക്കാർ അവിടെ പോകാൻ തന്നെ ഭയപ്പെടും, പൊല്യൂഷന് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് പൊല്യൂഷന് കാര്യങ്ങളൊക്കെ കുറക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റിനെ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സോയിൽ എറോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മണ്ണൊലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ മൂന്നാമത്തെ ക്യാരിയിങ് കപ്പാസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കോളജിക്കൽ കണ്ടീഷനാണ്, അവിടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കണ്ടീഷൻ. നാലാമത്തെ സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ animals need a place, shelter for poor condition and to provide a place and reproduction. അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് സ്പേസിൻ്റെ ആവശ്യമുള്ളത്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ എന്ത് ചെയ്യും? അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ തേടിപ്പോവും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാനും അവർക്ക് താമസിക്കാനും ഇതിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയാണ് ക്യാരിയിങ് കപ്പാസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസിൽ ഒരു സ്ഥലത്ത് ഒരാൾ പോയി താമസിക്കുമ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ കിട്ടും വേണം. അയാൾ ഒരിക്കലും അതിനെ ഡിഗ്രേഡ് ചെയ്യാതെ ഒരു നിശ്ചിത പീരീഡ്ക്ക്, ഒരിക്കലും ടൈം നമ്മൾ പറയുന്നില്ല, എന്നാൽ ആ സമയത്തിന് അയാൾക്ക് അവിടെ താമസിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, അത് എത്രത്തോളം ആൾക്കാർക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ക്യാരിയിങ് കപ്പാസിറ്റി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ടൂറിസം. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എവിടെയാണെന്നുണ്ടെങ്കിൽ ആ ടൂറിസവുമായി ബന്ധപ്പെട്ട ഹോസ്റ്റ് റീജിയനിൽ താമസിക്കുന്ന, അതായത് ആ ടൂറിസം ഡെസ്റ്റിനേഷനിൽ താമസിക്കുന്ന ലോക്കൽ പീപ്പിൾസാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ വൈറ്റൽ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെൻറ്റ് and it's advocated as a means to achieve the both planning oriented and community oriented objectives. This is a chapter reviewed the critically it's a chapter critically issued in community participation, and it's linked with the local residents and the quality of life while discussing the pathway and pitfall in the effect of implementation of the കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അതായത് ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ നമ്മൾ ടൂറിസം ഡെസ്റ്റിനേഷനുമായിട്ട് ടൂറിസം പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിനെ നമ്മൾ നന്നായിട്ട് കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതേമാതിരി അവരെ അവിടെ ജീവിക്കാനുള്ള കപ്പാസിറ്റി, അവർക്ക് വേണ്ട ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ ഏരിയയിലുള്ള ലോക്കൽസിൻ്റെ സപ്പോർട്ട് ആ ടൂറിസം ഡെസ്റ്റിനേഷന് കിട്ടുള്ളൂ. അതിനുശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. ഇനി അതാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ടൂറിസം. അടുത്തൊരു ടോപ്പിക്കാണ് എക്കോ ടൂറിസം. എക്കോ ടൂറിസം നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടൂറിസം ആണെന്ത് എക്കോ ടൂറിസം. എക്കോ ടൂറിസം ഈസ് എ ഫോം ഓഫ് ടൂറിസം ഇൻവോൾവിങ് വിസിറ്റ് ഇൻ ദ ഫ്രാഗിൾസ് pristine and relatively undistributed natural areas intended to low impact and often small scale alternatives to standard commercial mass tourism. ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇറ്റ് മീൻസ് റെസ്പോൺസിബിൾ ട്രാവൽ ടു നേച്ചർ ഏരിയാസ് കൺസേർവിങ് ദ എൻവിയോൺമെൻറ്റ് ആൻഡ് ഇംപ്രൂവ് ദ വെൽ ബീയിങ് ഓഫ് ദി ലോക്കൽ പീപ്പിൾ. പ്രകൃതി മാത്രമല്ല അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനും അവരെ എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുകയും പ്ലസ് അതോടൊപ്പം തന്നെ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഒരിക്കലും എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ മാസ് ടൂറിസം അല്ല ഇക്കോ ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാസ് കൊമേഴ്സ്, അതായത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഒരു സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിനെ ചൂഷണം ചെയ്യാത്ത ഒരു ടൂറിസം അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആയിരിക്കണം. അപ്പോൾ എക്കോ ടൂറിസം എന്താണെന്നുണ്ടെങ്കിൽ ചെറിയ കുറച്ച് ആൾക്കാർ വരുന്നു, വളരെ നല്ല രീതിയിൽ ആ ഒരു ലോക്കൽസ് ആ ഒരു സ്പേസ് നമ്മൾ എൻജോയ് ചെയ്യുന്നു, പ്ലസ് അവിടുത്തെ ആരും ഒരിക്കലും ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ടൂറിസമാണെന്ത് നേച്ചർ ആവട്ടെ ലോക്കൽ പീപ്പിൾ ആവട്ടെ ആരും ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ
ഉള്ള ടൂറിസമാണ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ. ജനറലി എക്കോ ടൂറിസം ഡീൽസ് വിത്ത് ഇൻട്രാക്ഷൻ വിത്ത് ബയോട്ടിക് കോമ്പണൻറ്റ് ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. കോമൺ ആയിട്ട് ജീവജാലവുമായി ബന്ധപ്പെട്ടിട്ടാണ് എക്കോ ടൂറിസം നമ്മൾ പറയുന്നത്. എക്കോ ടൂറിസം ഫോക്കസ് ഓൺ ദ സോഷ്യൽ റെസ്പോൺസിബിൾ ട്രാവൽ, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. Eco tourism typically involves the travel to a destination where flora, fauna, and cultural heritage are the primary attraction. Ecotourism is intended to offer tourists an insight into the human being on the environment and the foster the greater the appreciation of our natural habits. Ecotourism എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ജീവികളെല്ലാം താമസിക്കുന്ന അവരെ ആവാസ വ്യവസ്ഥ എന്ന് പറയും. അതിനെ ഒരിക്കലും നശിപ്പിക്കാതെ അവർക്ക് അതിന് ജീവികൾ ജീവിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക, അവരവരുടെ ലോകത്ത് ജീവിക്കുക. നമ്മൾ ആ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന ടൂറിസമാണ്. അതൊരിക്കലും ഒരു റെസ്പോൺസിബിൾ ടൂറിസ്റ്റുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ ഒരിക്കലും വലിയ രീതിയിലുള്ള സൗണ്ടുകളോ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് കാട്ടിലൂടെ ഒന്നായിട്ട് വലിയ സൗണ്ടുള്ള വാഹനം വെച്ച് പോകാൻ പാടില്ല. അതൊക്കെ ഒരു എക്കോ ടൂറിസത്തിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ മൃഗങ്ങൾ കാര്യങ്ങളൊന്നും വരില്ല, നേരെ മറിച്ച് സൈലൻസ് ഉള്ള സ്പേസ് ആയിരിക്കും ഇവർ കാടും അതിൻ്റെ ഓളും കാര്യങ്ങളൊക്കെ അവർ മീൻ ചെയ്യുന്നത്. അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള ടൂറിസമാണ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ. എക്കോ ടൂറിസം ഈസ് എ റെസ്പോൺസിബിൾ ടൂറിസം വിച്ച് കൺസേർവ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് സസ്റ്റെയിൻ വെൽ ബീയിങ് ഓഫ് ലോക്കൽ പീപ്പിൾ. ലോക്കൽ പീപ്പിൾസിനും അതിൽ ഇൻവോൾവ് ആണ്, അവർക്കും ജീവിക്കാൻ കഴിയണം. ബിൽഡ് എൻവയോൺമെൻറ്റൽ അവയർനെസ്. എക്കോ ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് എൻവയോൺമെൻറ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കണം, എല്ലാവർക്കും ബിൽഡ് ചെയ്യണം. പ്രൊവൈഡ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ടു എംപവർമെൻറ്റ് ഓഫ് ലോക്കൽ പീപ്പിൾ. അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനെ അവരെ തൊഴിലിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരാനുള്ള ഫൈനാൻഷ്യൽ ഡെവലപ്മെൻറ്റ്, ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ അവിടുത്തെ ലോക്കൽ കൾച്ചറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു എക്കോ ടൂറിസം ഉണ്ടാവും. ഇനി കോമൺ ആയിട്ട് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്? സപ്പോർട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് സച്ച് ആസ് കൺസർവേഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ത്രൂ ഇക്കോ ടൂറിസം പ്രൊട്ടക്ഷൻ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് എക്കോ ടൂറിസത്തിൽ മെയിനായിട്ട് വരുന്നത്. ഒന്ന് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇപ്പോൾ എന്താ പറയുക, ജീവജാലങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ആവാസ വ്യവസ്ഥ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്ലസ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ആ ലോക്കൽ പീപ്പിൾസിൻ്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊമോട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് പ്രൊവൈഡ് ജോബ് ഫോർ ലോക്കൽ പോപ്പുലേഷൻ. ബയോഡൈവേഴ്സിറ്റി നമ്മൾ എന്ത് ചെയ്യുക, സസ്റ്റൈനബിൾ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നശിപ്പിക്കാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കുക. കാടിനെ കാണുക ഒക്കെ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നശിപ്പിക്കാത്ത രീതിയിൽ അതിനെ ഉപയോഗിക്കുക. പ്ലസ് അതോടൊപ്പം തന്നെ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഷെയറിങ് ഓൾ സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ് വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് ഇൻഡിജീനസ് പീപ്പിൾസ് ബൈ ഹാവിങ് ദെയർ ഇൻഫോംഡ് കൺസെൻറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് എക്കോ ടൂറിസം എൻ്റർപ്രൈസസ്. എക്കോ ടൂറിസം എൻ്റർപ്രൈസസിൽ ആക്റ്റീവ്ലി അവിടുത്തെ ലോക്കൽ പീപ്പിൾസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അവിടെ ജനിച്ച് വളർന്ന അവിടുത്തെ ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരത് ഇൻഫോം ചെയ്യുകയും വേണം. അവർക്ക് അതിനോടുള്ള സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും. ടൂറിസം ആൻഡ് അൺസ്പോയിൽഡ് നാച്ചുറൽ റിസോഴ്സിന് ഒരിക്കലും നമ്മൾ സ്പോയിൽ ചെയ്യാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. വിത്ത് മിനിമൽ ഇമ്പാക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ബീയിങ് ദ പ്രൈമറി കൺസേൺ. എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കണം ഒരു എക്കോ ടൂറിസത്തിൻ്റെ പ്രൈമറി കൺസേൺ. മെയിൻ എയിം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ അതുപോലെ നിലനിർത്തുക. മിനിമൈസേഷൻ ഓഫ് ടൂറിസം ഓൺ ദ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ്. എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് കാര്യങ്ങൾ കുറക്കുക. അഫോർഡബിൾ ദ ലാക്ക് ഓഫ് വേസ്റ്റ് ഓഫ് ദ ഫോം ഓഫ് ലക്ഷറിയിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ പ്ലാസ്റ്റിക് കാര്യങ്ങൾ, കുപ്പി കാര്യങ്ങൾ, വെള്ളമായിരിക്കും കുടിക്കുക. അപ്പോൾ അതൊക്കെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവിടെ വലിച്ചെറിയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ലോക്കൽ കൾച്ചർ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ലോക്കൽ പീപ്പിൾസ് ഹു ബെനിഫിറ്റ്സ് ഫ്രം ദിസ് ഫോം ഓഫ് ടൂറിസം ഇക്കോളജിക്കലി ആൻഡ് ഓഫൺ മോർ ദാൻ മാസ് ടൂറിസത്തേക്കാൾ കൂടുതലായിട്ട് ഈ എക്കോ ടൂറിസത്തിന് നമ്മൾ അവിടുത്തെ ലോക്കൽസിൻ്റെ ബെനിഫിറ്റ്സാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത വേറൊരു ടോപ്പിക്കാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് ബെറ്റർ പ്ലേസ് ഫോർ പീപ്പിൾ ടു ലീവ് ഇൻ ആൻഡ് ബെറ്റർ പ്ലേസ് ഫോർ പീപ്പിൾ ടു വിസിറ്റ്. ഒരു സ്ഥലം ഉണ്ടാക്കുക, അവിടെ നല്ല രീതിയിൽ ആൾക്കാർക്ക് താമസിക്കാനും അതുപോലെ
നല്ല രീതിയിൽ ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞ പേരാണ് റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻസ്. ഓക്കെ, റെസ്പോൺസിബിൾ tourism required operation, hotels, government, local people, tourism take responsibilities, take action to make tourism more sustainable. നല്ല രീതിയിൽ നിലനിന്ന് പോകുന്ന ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലെ എല്ലാ ഫാക്ടേഴ്സും ഗവൺമെൻറ്റും ഹോട്ടൽസും അതിൻ്റെ ഓപ്പറേറ്റേഴ്സും എല്ലാ ലോക്കൽ പീപ്പിൾസും എല്ലാവരും കൂടിയിട്ടാണ് ഒരു റെസ്പോൺസിബിൾ ടൂറിസം മേക്ക് ചെയ്യുന്നത്. ഒരു റെസ്പോൺസിബിൾ ടൂറിസത്തിൽ മിനിമൈസ് നെഗറ്റീവ് എക്കോണമീസ്, അതെല്ലാം കാര്യങ്ങളൊക്കെ കുറക്കുക. എൻവിയോൺമെൻറ്റ് ആൻഡ് സോഷ്യൽ ഇമ്പാക്ട്സ്, അതായത് അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ഗ്രേറ്റർ എക്കോണമിക് ബെനിഫിറ്റ്സ്, ലോക്കൽ പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക് ബെനിഫിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ അവരെ ലൈഫ് ചേഞ്ച് കാര്യങ്ങളൊക്കെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമാക്കുക. ചെറിയ രീതിയിൽ ലോക്കൽ പീപ്പിൾസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതേമാതിരി പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുക. നേച്ചറിനെ അതേമാതിരി കൾച്ചറൽ ഹെറിറ്റേജിനൊക്കെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ടൂറിസ്റ്റുകൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതും, എന്നാൽ ആ ടൂറിസം ടൂറിസ്റ്റ് അവിടെ എത്തി ആ ഒരു പ്ലേസിൽ അവർ അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ടൂറ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ മാറിയിരിക്കണം. പ്രൊവൈഡ് ആക്സസ് ദ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ചില വൈകല്യമുള്ള ആൾക്കാർക്കും ടൂറിസം ഡെസ്റ്റിനേഷൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീൽ ചെയറിലുള്ള ആൾക്കാർക്കൊക്കെ ആ ടൂറിസം ഡെസ്റ്റിനേഷൻ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കണം. ആൻഡ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി, എൻ്റർ ദ റെസ്പെക്ട്സ് ബിറ്റ്വീൻ ദ ടൂറിസ്റ്റ് ആൻഡ് ഹോസ്റ്റ്. പരസ്പരം ഇത് വേണം, ടൂറിസ്റ്റുകൾക്കും അതേമാതിരി ഹോസ്റ്റിനും പരസ്പരം ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. അവർ പരസ്പരം മാന്യമായിട്ട് പെരുമാറണം എന്നാണ് പറഞ്ഞത്. ബിഹേവിയർ can more less responsible. What the responsible is a particular place depends upon the environment and culture. ആ ഒരു പ്രകൃതിനെയും ആ ഒരു എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള, അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ അവിടെ താമസിക്കാൻ പറ്റണം. അതായത് അവിടുത്തെ ലോക്കൽ പീപ്പിൾസിന് നല്ല രീതിയിൽ അവിടെ താമസിക്കാനും പറ്റണം. എന്നാൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവർക്ക് മാക്സിമം എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ടൂറിസത്തിന് പറയുന്ന പേരാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന്. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് നമ്മളെ ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസിൻ്റെ റെസ്പോൺസിബിൾ ടൂറിസം ഇൻ കേരള. കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരള ഹാസ് എമേർജ്ഡ് വൺ ഓഫ് ദ പ്രൈം ടൂറിസം ഡെസ്റ്റിനേഷൻ ഓൺ ദ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ മാപ്പ് ആൻഡ് ഈസ് കൺസിഡേർഡ് ആസ് എ ടൂറിസം ട്രെൻഡ് സെറ്റർ ഇൻ ദി കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഒരു പേര് കേട്ട സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കേരളത്തിൻ്റെ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മെച്ചപ്പെട്ടതായിരിക്കണം. ദ അവൈലബിലിറ്റി ഓഫ് പ്ലെൻറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സ് നമുക്കുള്ളതാണ്. സ്കിൽഡ് മാൻ പവർ ഉണ്ട്, സപ്പോർട്ടീവ് എൻ്റർപ്രണറിയൽ കമ്മ്യൂണിറ്റി ഉണ്ട്, സ്ട്രോങ് ലോക്കൽ ആൻഡ് സെൽഫ് ഗവൺമെൻറ് ഉണ്ട്, സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, മൾട്ടിറ്റ്യൂഡ് ആൻഡ് മൈക്രോ enterprises, stream the professional and academician, responsible medias and responsive tourism industry, provide the stage an ideal setting to implement the practice sustainable tourism model in the state. ഈ പറഞ്ഞ ഫാക്ടേഴ്സൊക്കെ നമ്മളെ രാജ്യത്ത് നമ്മളെ കേരളത്തിലുള്ളത് കൊണ്ട് കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസം സെറ്റ് ചെയ്യാൻ ഒരു ഐഡിയൽ സ്പേസാണ്. എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. ദ ബെസ്റ്റ് വേ ടു മിനിമൈസ് ദ പോസിറ്റീവ് impact of tourism and maximize the positive impact and minimize the negative ones. ഈ റെസ്പോൺസിബിൾ ടൂറിസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷന് മാക്സിമം പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ നമുക്ക് മാക്സിമത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ പറ്റും. അതുപോലെ മിനിമൈസ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ്, നമ്മൾ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. കേരള ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഹാഷ്ടാഗ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞതാണ്, ലോകത്തിലുള്ള 100 ബ്രാൻഡുകളിൽ ലോകത്തിലെ നമ്പർ 1 ആയി നിൽക്കുന്ന 100 ബ്രാൻഡുകളിൽ ഒരു ബ്രാൻഡ് ആവുക എന്നുള്ളതാണ് കേരള ടൂറിസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ നല്ലൊരു റെസ്പോൺസിബിൾ ടൂറിസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനൊക്കെ സാധ്യമാവുക. അതിന് നമ്മളെ ടൂറിസം ഹോസ്റ്റ് നമ്മളെ നാട്ടുകാരും അതുപോലെ നമ്മൾ ഗവൺമെൻറ്റും ഒഫീഷ്യൽസും എല്ലാവരും അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് നമുക്ക് ഏറ്റവും കിട്ടിയ ഒരു പ്ലസ് എന്താണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉണ്ട്, പ്ലസ് അതോടൊപ്പം നേച്ചർ നമ്മളെ നന്നായിട്ട് ഒരുപാട് നാച്ചുറൽ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
കേരളത്തിൽ റെസ്പോൺസിബിൾ ടൂറിസം ഹൈലി സക്സസ്ഫുൾ ആയിരിക്കും. ഇതോട് കൂടിയിട്ട് നമ്മുടെ ടൂറിസം പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് എന്നുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.